ദേശീയ തലത്തിലൊരു വർഗീയ രാഷ്ട്രീയ പാർട്ടി വരരുന്നൊരാഗ്രഹം കേരളത്തിൽ എല്ലാവർക്കും ഉണ്ട്. മാവേലിക്ക മണ്ഡലത്തിൽ ഇടതുപക്ഷം വേണമെന്നുള്ളൊരു ആഗ്രഹം എല്ലാ മനുഷ്യരും ഉണ്ടെന്നുള്ളതാണ്. ഒരു പ്രയോജനം നമുക്ക് ആരെയും കൊണ്ടുമില്ല. പിന്നെ നമ്മളെ ഓരോ വിശ്വാസത്തിന് നമ്മൾ പറയുന്നു. ഞാൻ അതുകൊണ്ട് കൊടിക്കുത്തിയ സുരേഷിനെ ഒട്ട് കൊടുക്കത്തുള്ളൂ, ആരെന്ത് പറഞ്ഞാലും. 3 പ്രാവശ്യം ഇവിടുന്ന് ജയിച്ച് പോയിട്ട് ഒരു ബോൾ പോലും ഇവിടെ വെച്ചിട്ടില്ല, ഒരു കലുങ്ക് പോലും പണിയിച്ചിട്ടില്ല. ഞങ്ങൾക്ക് സംശയമുണ്ട്, പുള്ളി റേഡിയോ കോളർ കയറ്റി വിട്ടേക്കുവാന്നൊരു ഡൗട്ടുണ്ട്. MK പ്രേമേന്ദ്രൻ്റെ കുറേ അഭിനയം കാണിക്കും, പക്ഷേ പാർലമെൻറ്റിൽ പങ്കെടുക്കാത്ത എഴുന്നേറ്റ് വെക്കാത്തൊരു വ്യക്തിയാണ്. കൊടിക്കുന്നിന് ചിലപ്പോൾ താഴെ പോകാൻ സാധ്യതയുണ്ട്. അവരുടെ പാർട്ടിക്ക് വല്ല ഗുണം കാണിക്കും, നാട്ടുകാർക്ക് ഗുണമൊന്നുമില്ല. രാജേഷ് MLA, അരുൺ MLA കൊണ്ടുവന്ന വികസനങ്ങളാണ്. കാരണം നമുക്കൊരു ഗുണവുമില്ല. ഇപ്പൊ ഭരിക്കാൻ പോകുന്നത് ആരാ, ഭരിക്കുന്നത് ആരാന്ന് ആർക്കറിയും. ഈ കൂടുതൽ പെൻഷൻ കിട്ടായിരുന്ന ജനങ്ങളല്ലേ ഇവിടെ ഉള്ളത്, അല്ലെ? 19 മാസത്തെ കിട്ടായിരുന്ന ജനങ്ങളാ, അവർ സഹിച്ചോളൂ. കേന്ദ്രം എങ്ങനെയാണ് കേരളത്തെ ഇട്ട് ഞെരുക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം. വീണ്ടും പണിയുന്നു, കോടികൾ മുടക്കി. ഇത് വേറൊരു പാർട്ടി ആണെങ്കിലോ ഇത് തീർത്തന്നെ. പിന്നെ ഇതിനകത്ത് വെട്ടിക്കുന്നവരുണ്ട്, ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞില്ല. അതാരെന്നറിയോ, ഈ രാജ്യത്തെ, ഈ കേരളത്തെ ഇത്രയാക്കിയതിന് അങ്ങേയറ്റം സന്തോഷം. നമസ്കാരം. LDF-ഉം UDF-ഉം BJP-യും മികച്ച മത്സരം കാഴ്ചവെക്കുന്ന മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. ഇവിടുത്തെ ജനങ്ങൾ ആരോടൊപ്പമാണെന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. വിജയപ്രതീക്ഷ എന്താ വെച്ചാൽ, അനുഭവത്തിൽ എനിക്ക് കട്ടയ്ക്ക എന്താ വെച്ചാൽ എൻ്റെ അനുഭവം കൊണ്ട് എന്താ വിജയ സാധ്യത ആർക്കറിയില്ല. മനുഷ്യൻ വോട്ട് ചെയ്യണം. അല്ല, 3 പേരും ഒരുപോലുള്ള ആളുകളാണ്. 3 പേരും ഒരുപോലുള്ള ആളാണ്. അവർ എനിക്ക് തോന്നുന്നു, എനിക്ക് പറയാനൊക്കത്തില്ല ആര് ജയിക്കാൻ പറയാം. ജയിച്ചു കഴിഞ്ഞാൽ പറയാം. മോനെ എന്തോ പറയണ്ട ഇപ്പൊ എല്ലാവർക്കും. കൊടിക്കുന്നിൽ സുരേഷിനാന്നുള്ള ഉദ്ദേശം അറിയാവുന്നത് അല്ല, അത്രയേ ഉള്ളൂ. LDF സ്ഥാനാർത്ഥി ജയിക്കില്ല. എന്താ ആരാ മോനെ അരുൺകുമാരെ? അരുൺകുമാറിനെ അറിയില്ലേ? ഇല്ല, ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ട്. പിന്നെ മോനെ ആര് ജയിച്ചാലും നമ്മൾ വന്ന് വേലി കൊണ്ട് കഷ്ടപ്പെട്ടാലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ, അല്ല ഉള്ളൂ. നമുക്ക് ആരും ഒരു പൈസ വയ്യാതെ വന്നാലും തരത്തില്ല, ആയാലും തരത്തില്ല. ഒരു പ്രയോജനം നമുക്ക് ആരെയും കൊണ്ടുമില്ല. പിന്നെ നമ്മളെ ഓരോ വിശ്വാസത്തിന് നമ്മൾ പറയുന്നു, അത്രമാത്രം, അല്ല ഉള്ളൂ. മോനിപ്പോൾ ഒരു വിശ്വാസമുണ്ട്, എനിക്ക് ഇന്നയാളെന്ന്, എനിക്കൊരു വിശ്വാസമുണ്ട് ഇന്നയാൾ. ഞാൻ അതുകൊണ്ട് കൊടിക്കുത്തിയ സുരേഷിനെ ഒട്ട് കൊടുക്കത്തുള്ളൂ, ആരെന്ത് പറഞ്ഞാലും. എൻ്റെ കാര്യം ഞാൻ തുറന്നു പറഞ്ഞ്, അത് തല പോയാലും വെടിവെച്ചാലും, അത്രയേ ഉള്ളൂ. നമ്മുടെ കാര്യം ഞാൻ തുറന്നു പറഞ്ഞു, എനിക്കകത്തൊരു വെച്ചുളുപ്പില്ല. ഇവിടെ അരുൺകുമാറിനാണ്. കാരണം എന്താ? കാരണം വെച്ചാൽ കഴിഞ്ഞ 15 വർഷമായിട്ട് കഴിഞ്ഞ MP സുരേഷ്, കൊടിക്കുന്നിൽ സുരേഷ് ഒന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ 15 വർഷമായിട്ടും ഇല്ല. മാവേലിക്കര മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ചെങ്ങന്നൂരിൽ വികസനം ഉണ്ടായിട്ടില്ല. സജി ചെറിയാൻ വന്നതിന് ശേഷമാണ് ചെങ്ങന്നൂരിൽ വികസനം ഉണ്ടായത്. അപ്പോൾ മാവേലിക്കര മണ്ഡലത്തിൽ, ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരു വികസനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു മാറ്റം ഇപ്രാവശ്യം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. നല്ല ചെറുപ്പക്കാരനാണെന്ന് തോന്നുന്നു. BJP-യിലേക്ക് മാറ്റം ഇല്ല, ഇടതുപക്ഷത്തേക്കാണ്. ഇടതുപക്ഷത്തിനൊരു മാറ്റം ചെങ്ങന്നൂരിൽ ഇടതുപക്ഷം, അല്ലെങ്കിൽ മാവേലിക്കര മണ്ഡലത്തിൽ ഇടതുപക്ഷം വേണമെന്നുള്ളൊരു ആഗ്രഹം എല്ലാ മനുഷ്യരിലും ഉണ്ടെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ വരെയുള്ള ആളുകളുടെ മനസ്സിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്കിടയിൽ ഈ ഭരണവിരുദ്ധ വികാരം, അങ്ങനെ ഒരു വികാരം ഉടലെടുക്കുന്നുണ്ടോ? കാരണം ഈ പെൻഷനൊക്കെ കാരണം ഈ സാധാരണ ജനങ്ങൾ അത്തരത്തിലൊരു വികാരമുണ്ട്. ഭരണവിരുദ്ധത എങ്ങും അറിയില്ലും കാണുന്നില്ല. അങ്ങനെ ഒരു സാധനം ഇപ്പോൾ പെൻഷനൊക്കെ കുറച്ച് കൊടുത്തല്ലോ, അപ്പം അങ്ങനെ ഒരു സാധനം കാണുന്നില്ല. ഇത് ദേശീയ തലത്തിലൊരു വർഗീയ രാഷ്ട്രീയ പാർട്ടി വരരുന്നൊരാഗ്രഹം കേരളത്തിൽ എല്ലാവർക്കും ഉണ്ട്. എല്ലാ ആളുകൾക്കും, ഏകദേശം വിദ്യാഭ്യാസമായി നിൽക്കുന്ന ആളുകൾക്കെല്ലാം ഉണ്ട്. ദേശീയ തലത്തിലൊരു വർഗീയ രാഷ്ട്രീയ പാർട്ടി വരാൻ പാടില്ല. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് ഒരു വലിയ മുൻതൂക്കം ഉണ്ടാകണമെന്ന് എല്ലാ തരത്തിലും ആഗ്രഹിക്കുന്നുണ്ട്. മൊത്തത്തിൽ കേരളത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാകും. പ്രത്യേകിച്ച് മാവേലിക്കരയിൽ ഒരു മാറ്റം ഉണ്ടാകും. കഴിഞ്ഞ 15 വർഷമായിട്ടിരുന്നിടത്ത് മാറ്റം അരുൺകുമാർ ജയിക്കും എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു വിശ്വാസവും ആഗ്രഹവും. എന്തായാലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് മാവേലിക്കര മണ്ഡലത്തിലെ ജനങ്ങൾ എന്തായാലും ഉന്നയിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മാർക്കറ്റ് റോഡ്, ചെങ്ങന്നൂരിലെ മാർക്കറ്റ് റോഡിലാണ്. ഈ മാർക്കറ്റ് റോഡിലെ ജനങ്ങൾക്ക് നിരവധി ആളുകളുണ്ട്. ഇവിടെ നിരവധി കച്ചവടക്കാരുണ്ട്. അവർക്കെല്ലാം തന്നെ മറുനാടനോട് പ്രതികരിക്കാനുണ്ടാകും. ആരായിരിക്കും ഇത്തവണ മാവേലിക്കര വാഴുക? മാറ്റം ആവശ്യമാണെന്ന് വിചാരിക്കുന്നയാളാണ് ഞാൻ. കാരണം സ്ഥിരമായി ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി ഇവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ ഭരണവും
കാര്യങ്ങളും ഒക്കെ ഒരു ഭാരതത്തിൽ മൊത്തം ഉണ്ടായേക്കുന്ന ഒരു മാറ്റം നമ്മുടെ മാവേലിക്കരയിൽ ഉണ്ടാകണമെങ്കിൽ ഇവിടെ പിന്നെ NDAയുടെ സ്ഥാനാർത്ഥി ജയിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു മാറ്റം ആവശ്യമാണ് ഇവിടെ. അപ്പം നിലവിലെ MPയുടെ പ്രകടനം പോരാ എന്നാണോ അഭിപ്രായം? ആരുടെ? നിലവിലെ MPയുടെ പ്രകടനം പോരാ എന്നാണോ അഭിപ്രായം? അതെ, അതിനേക്കാൾ ഇപ്പോൾ ഒരു മാറ്റം ഇതാണ് ആവശ്യം. നിലവിലൊരു മാറ്റം വേണം. മാറ്റം ആവശ്യമായിട്ട് ഞാൻ രാഷ്ട്രീയമായി മാത്രമല്ല ഞാൻ പറയുന്നത്, പൊതുവേ ഉള്ള നമ്മുടെ രാജ്യത്തിൻ്റെ മാറ്റം അനുസരിച്ച് നമ്മൾ മാറണമെങ്കിൽ ഇവിടെയും ഒരു മാറ്റം ആവശ്യമാണെന്ന് ആണ് എൻ്റെ വിശ്വാസം. 3 പ്രാവശ്യം ഇവിടുന്ന് ജയിച്ച് പോയിട്ട് ഒരു ബോൾ പോലും ഇവിടെ വെച്ചിട്ടില്ല, ഒരു കലുങ്ക് പോലും പണി വെച്ചിട്ടില്ല. പുള്ളിയെ സംസാരിക്കുന്നവനെ ഞങ്ങൾക്ക് സംശയമുണ്ട്. പുള്ളിയെ റേഡിയോ കോളർ കയറ്റി വിട്ടേക്കുവാന്നൊരു ഡൗട്ടുണ്ട്. MK പ്രേമേന്ദ്രൻ്റെ കൂട്ട് അതുപോലത്തെ ഒരു വ്യക്തിയാണ്. കുറേ അഭിനയം കാണിക്കും, പക്ഷേ പാർലമെൻറ്റിൽ പങ്കെടുക്കാത്ത, എഴുന്നേറ്റ് വെക്കാത്തൊരു വ്യക്തിയാണ്. അങ്ങനെ എന്തിന് ഒരു മിണ്ടാപ്രാണിയാണ് വിടുന്നത്? വളരെ ഈ പ്രാവശ്യം ഒരു വ്യതിയാനമുണ്ട് ഇവിടെ. അരുൺകുമാർ ജയിക്കും. ഇത് ആർക്ക് വേണ്ടി നമ്മൾ വോട്ട് ചെയ്യണ്ടേ? ആർക്ക് വേണ്ടി നമ്മൾ വോട്ട് ചെയ്യണ്ടേ? കാരണം നമുക്കൊരു ഗുണവുമില്ല. ഇപ്പം ഭരിക്കാൻ പോകുന്നത് ആരാ, ഭരിക്കുന്നത് ആരാന്ന് ആർക്കറിയാം? ഒരു പ്രയോജനമില്ല. ഇനിയിപ്പോൾ പഴയ കാലഘട്ടം തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് എല്ലാവരും നടത്തുന്നത്. അത്രയേ ഉള്ളൂ. എനിക്ക് അതേ പറയാനുള്ളൂ. ഇവിടെ ഇലക്ഷൻ ചൂടാ, നല്ല ചൂടാ. അത് ചോദിച്ചാൽ ഈ പ്രാവശ്യം കൊടുക്കുന്നതിന് ചിലപ്പോൾ താഴെ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു തോന്നൽ ഇത്ര നാളുമായിട്ട് മാവേലിക്കരയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ ഗുണമുണ്ടായിട്ടില്ല. അതുകൊണ്ട് മാവേലിക്കര ലിക്കാണെന്ന് വികസനം എല്ലാം രാജേഷ് MLA അരുൺ MLA കൊണ്ടുവന്ന വികസനങ്ങളാണ് മാവേലിക്കരയ്ക്കുള്ളത്. അല്ലാതെ ഒരു വികസനവും കൊടുക്കുന്നില്ല, കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 5 വർഷമായിട്ട് ആരും കണ്ടിട്ടില്ല. അത് കണ്ടിട്ടില്ല. അത് കാരണം കൊണ്ട് അദ്ദേഹം തോക്കുമെന്ന് ഉറപ്പാണ്. അല്ല, വേറെ ഒന്നുമല്ല. ഈ കാരണം കൊണ്ട് അദ്ദേഹം തോക്കുമെന്നുള്ളത് ഉറപ്പാണ്. രാഷ്ട്രീയ വൈരാഗ്യമൊന്നുമില്ല. ഞങ്ങളൊക്കെ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവർ തന്നെ. വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതൊരു കാര്യം വല്ല നാടിന് വല്ലതും ചെയ്യണ്ടേ? പുരോഗമനമായ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ. അവരുടെ പാർട്ടിക്ക് വല്ല ഗുണം കാണുകയും നാട്ടുകാർക്ക് ഗുണമൊന്നുമില്ല. ഇതുള്ള കാര്യം. കൂടുതൽ വോട്ട് കിട്ടുന്നത് ജയിക്കും. അത് നമ്മുടെ അഭിപ്രായം. പ്രതീക്ഷ 2 വോട്ടൊക്കെ പ്രതീക്ഷിക്കാം. ഉപയോഗിക്കുന്ന ഓൾഡ് മാനല്ലേ, മാറുന്നതല്ലേ? ആ, പ്രതീക്ഷയുണ്ട് ഈ പ്രാവശ്യം. ആർക്കും പ്രതീക്ഷ? LDF പ്രതീക്ഷയുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിനെതിരെയുള്ള ഒരു ഇതായിട്ട് ആ വിലയിരുത്തലല്ല ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ വിലയിരുത്തല എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എങ്കിലും ഇപ്പം പ്രചരണത്തിനൊക്കെ സംസ്ഥാന സർക്കാരിന്റെ വിഷയമല്ല ഇത്. കേന്ദ്രത്തിൽ BJP മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ നയം. അല്ല, ഞാൻ ചോദിച്ചത് ഇപ്പോൾ ഈ ഇടത് സ്ഥാനാർത്ഥികൾ ചെല്ലുമ്പോൾ ചിലർക്ക് ഈ പെൻഷൻ കൊടുക്കാത്തതിനെതിരെ അങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ. പെൻഷൻ കൊടുക്കാത്തതിന്റെ വിഷയം സാമ്പത്തികം നമുക്കറിയാമല്ലോ, കേന്ദ്രത്തിന്റെ വിഷയം കൂടുണ്ട്. ഈ സംസ്ഥാനത്ത് ഇത് ബാധിക്കുന്നില്ല. കൂടുതൽ പെൻഷൻ കിട്ടായിരുന്ന ജനങ്ങളല്ലേ ഇവിടെ ഉള്ളത്? അല്ലെ, 19 മാസത്തെ കിട്ടായിരുന്ന ജനങ്ങളാ, അവർ സഹിച്ചോളും. അതൊന്നും കുഴപ്പമില്ല. 19 മാസത്തെ കിട്ടാണ്, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ജനങ്ങൾ പ്രതികരിക്കുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥ അറിയാം. കേന്ദ്രം എങ്ങനെയാണ് കേരളത്തെ ഇട്ട് ഞെരുക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം. അത് വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ട് ആ പേടിയൊന്നും LDFിനില്ല. ആ ഒരു പേടിയൊന്നുമില്ല. നാളെ തൊട്ട് 2 മാസം ഒരുമിച്ച് കൊടുക്കുക പെൻഷൻ. അറിയോ? ഈ ഇല്ലായ്മയിലും ഇതിനിടയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത എല്ലാവർക്കും കൊടുത്തോ? കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ പൈസ പിടിച്ചു വെച്ച് അത് കഴിഞ്ഞിട്ടല്ലേ ഇപ്പോൾ എന്നിട്ട് കേരള ഗവൺമെൻറ്റല്ലേ കൊടുക്കുന്നത്? ഇതുപോലത്തെ ഒരു നല്ല കാര്യം ആരെങ്കിലും ചെയ്തുവോ? എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ആരും ഓട്ടോറിക്ഷയെ വന്നിട്ട് ലോറിയെ വന്നിട്ടൊന്നുമല്ല റേഷൻ കടയിൽ നിന്ന് സാധനം മേടിച്ചോണ്ട് പോകുന്നത്. ഇന്ന് ഞാൻ തളർന്നു കിടക്കുവാണെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് എന്തോ എല്ലാം ഉണ്ട്. അറിയാം, എനിക്ക് 73 വയസ്സുണ്ട്. ഞാൻ ഈ മാവേലിക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തിണ്ണയ്ക്ക് പോയി ഇരുന്നവനാ. കാലിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കിടക്കാനിടമില്ല, ഇരിക്കാൻ സ്ഥലമില്ല. മൂത്രം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ മരത്തിൻ്റെ ചവിട്ടി പോകണം. അറിയോ? ഇന്നത് പോയിട്ട് വീടുകളിലുണ്ടോ ഇങ്ങനെ വേണ്ട വീണ്ടും പണിയുന്നു, കോടികൾ മുടക്കി. ഇത് വേറൊരു പാർട്ടിയാണെങ്കിലോ എന്നാ ഇത് തീർത്തന്നെ. ഇതിനിടയിലും കുറെ വിവാദങ്ങളൊക്കെ വിവാദങ്ങൾ ആർക്കെല്ലാം പറഞ്ഞൊപ്പിക്കാം. പെറ്റമ്മയെ കുറിച്ച് പറയുന്നില്ലേ? പെറ്റ മാതാവിനെ കുറിച്ച് പറയുന്നില്ല ജനങ്ങൾ. കാണും, കുറച്ച് കാണുമായിരിക്കും. എന്താ അത് ജനങ്ങൾക്ക് വേണ്ടി അവർ ഉപയോഗിക്കുന്നില്ലേ? അതിനകത്തൊന്ന് ജനങ്ങൾക്ക് വേണ്ടി എടുത്ത് അത് പ്രയോഗിക്കുന്ന അല്ല, മറ്റൊന്നുമല്ല. ഒരിക്കലും അങ്ങനെ പറയരുത്. ഇന്ന് ഈ റോഡുകളെ കണ്ടോ നിങ്ങൾ? ഈ റോഡുകളെ കണ്ടോ? ഇതുവഴി പണ്ട് നടന്നു പോയിട്ടുണ്ടോ? എങ്ങനെ വാഹനത്തെ പോയിട്ടുണ്ടോ? ഈ പാലങ്ങളൊക്കെ കണ്ടോ? കേരള ഒട്ടുകുള്ള റോഡുകൾ കണ്ടോ? ഞാനൊക്കെ എൻ്റെ ഈ കുഴിതാകം വന്ന് പഴുത്തത് ഇദ്ദേഹത്തിന് അറിയാം. തോട്ടിക്കൂടെ ഞങ്ങൾക്ക് പോകേണ്ടത് ഇങ്ങനെ പൊക്കി കാണിക്കാൻ തെറ്റാ.
ഇതെടുത്ത് ഊരി താഴെ വെച്ചിട്ടാണ് പോകുന്നത്. എന്തുവാ 1/2 കിലോമീറ്റർ റോഡിൽ കൂടെ തോട്ടിൽ കൂടെ പോകണം, ഇറിഗേഷൻ തോട്ടിൽ കൂടെ. ആ ഇറിഗേഷൻ തോടൊക്കെ ഇന്ന് എന്തോന്നറിയോ, ഇതുപോലുള്ള ലോറികളൊക്കെ പറയും പുഷ്പം പോലെ പോകുന്നത്. ഇതാരുണ്ടാക്കി തന്നാ പറയുമ്പോൾ എല്ലാം നോക്കണം. ഇന്നത്തെ പോഷക കിടക്കുന്ന ലൈറ്റ് കണ്ടോ? പിന്നെ ഇതിനകത്ത് വെട്ടിക്കുന്നവരുണ്ട്, ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞില്ല. അതാരെന്നറിയോ, ഈ പഞ്ചായത്തിലെ കുറേ എണ്ണവും പിന്നെ മുനിസിപ്പാലിറ്റി കുറേ എണ്ണം ആൾക്കാരുണ്ട്. ഏതെങ്കിലും ഒരു മന്ത്രിമാർ ഇന്നിപ്പോൾ ഇവർക്ക് എത്ര 7-8 വർഷമായില്ലേ, എൻ്റെ ആരും ബന്ധുക്കളാരും ഇല്ല. എന്നാലും ഞാൻ പറയാവാ, ഏതെങ്കിലും ഒരു മന്ത്രി 10 രൂപ മുട്ടിച്ചായിട്ട് നിങ്ങൾക്ക് പറയാമോ? നിങ്ങൾ ഇതുകൊണ്ട് നടക്കുന്നില്ല, എനിക്ക് മനസ്സിലായി. ഞാൻ വെളിനാട്ടേക്ക് കുറേ നാൾ 30-34 വർഷം ജോലി ചെയ്തതാണ്. എന്നിട്ടാണ് ഞാൻ എൻ്റെ വീടാക്കിയതും എൻ്റെ കുടുംബത്തെ കുടുംബമാക്കിയതും കഷ്ടപ്പെട്ട്. ഇന്നും ഞാൻ ജോലിക്ക് പോകുന്നതാണ്. എൻ്റെ പോവാം, എൻ്റെ തഴമ്പ് കേട്ടോ. അതേ സമയത്ത് ഇപ്പം 1-2 അല്ലെങ്കിൽ 4-5 മാസം പെൻഷൻ കിട്ടിയില്ല, അല്ലെങ്കിൽ 5-6 മാസം കിട്ടി. ഇപ്പം ഞാൻ കൊടുക്കുന്നുണ്ട്. ഇത് 18 മാസം കൊണ്ടുപോയപ്പോൾ ഞങ്ങളൊക്കെ വെളിവെച്ച് TV കണ്ടതാ. ആദ്യമായിട്ട് ജനതാ പാർട്ടി ഇന്ത്യയെ ഭരിക്കാൻ കയറിയപ്പം 3-2 കൂടുതൽ ഭൂരിപക്ഷമായിരുന്നു. അവരെന്തുകൊണ്ട് ഈ ഭരണഘടന തിരുത്തി എഴുതിയില്ല? അവരെന്തുകൊണ്ട് ഈ ഇന്ത്യൻ മഹാരാജ്യത്തെ എയർപോർട്ട്, ഷിപ്പ്യാർഡ്, റെയിൽവേ, അതുപോലെ വേറെ എന്തെല്ലാം എന്തുകൊണ്ട് പ്രൈവറ്റിന് കൊടുത്തില്ല? എന്തുകൊണ്ട് വിറ്റില്ല? അന്നുകൊണ്ട് അംബാനി അദാനി അല്ലേ? ഞങ്ങളും പലപ്പോഴൊക്കെ ശാലം പേപ്പറൊക്കെ വായിക്കുന്നതാണ്. TV വന്നപ്പോൾ ഞങ്ങൾ TV കാണുമായിരുന്നു. ആദ്യകാലത്തൊന്നും ആർപ്പിനകത്തൊന്നും TV ചാനലില്ല. കാണുന്ന വെച്ചാൽ എന്താ അറിയാം, റെസ്ലിംഗ് ഒരു വെള്ളിയാഴ്ച 1 മണിക്കൂർ റെസ്ലിംഗ് കാണും. അത് കേട്ടാണ് അവർ യൂറോപ്യൻ കൺട്രിയിൽ നിന്ന് അത് ആളിനെ വരുത്തിച്ച് അതെല്ലാം ചെയ്ത് ഇവിടെയും വന്ന് കാണുന്നു. വളരെ വളരെ ദുഃഖത്തോട് ഈ പറയുന്ന എന്താ അറിയോ, എന്നെ പോലുള്ളൊക്കെ എൻ്റെ പെടലി വെട്ടിക്കളഞ്ഞാൽ ശരി കൊടുക്കത്തില്ല. ഞങ്ങൾക്ക് എന്താ അറിയോ, ഞങ്ങൾക്കെന്നല്ല എനിക്കെന്നല്ല, ഈ രാജ്യത്തെ ഈ കേരളത്തെ ഇത്രയാക്കിയതിന് അങ്ങേയറ്റം സന്തോഷം, അങ്ങേയറ്റം